ഭാഷ, അറബ് സാഹചര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അറബിക് എന്ന ഭാഷയാണ് സ്വീകരിച്ചത്. എന്നാൽ ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്ന് പറഞ്ഞാൽ സംബോധിതർക്ക് വ്യക്തമായി ആശയം മനസ്സിലാക്കുന്ന ഭാഷ. അത് ചിലപ്പോൾ അറബി ആയിരിക്കും, ചിലപ്പം ഫ്രാൻസോ ഇംഗ്ലീഷോ തമിഴോ മലയാളോ ആയിരിക്കും. ആ ഭാഷയിലൊക്കെ സംവദിക്കണം. തിരുനബിയും സഹാബത്തും അറബി ഭാഷയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് എന്ന ന്യായം പറഞ്ഞ് അറബി ഭാഷയിലേ ഉണ്ടാകൂ, സലാം പറയാകൂ, ലോഹ്യം പറയാവൂ എന്ന് അറബി ഭാഷ അറിയുന്ന മതപണ്ഡിതന്മാർ തന്നെയും പരസ്പരം കാണുമ്പോൾ അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ. അതൊക്കെ ദേശ ഭാഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഉണർന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പൂർവ്വകാലം മുതലേ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിൽ പോയി, യമനിൽ പോയി, ഷാമിൽ പോയി, ഇറാഖിലൊക്കെ കറങ്ങി. ആ കാലഘട്ടത്തിലുള്ള ഫിഖ്ഹിന്റെ വ്യാഖ്യാന രീതികൾ പ്രമാണങ്ങൾക്ക് വളരെയധികം യോജിച്ച വിധത്തിലായിരുന്നു. എന്നാൽ അവസാനത്തെ 5 വർഷം മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് പോയി. അവിടെ അതാ മദ്ഹബ് പുനർവ്യാഖ്യാനം നടന്നു. അൽ മദ്ഹബുൽ ജദീദ്. എന്തായിരുന്നു കാരണം? പുതിയ ആയത്തും പുതിയ ഹദീസും മിസ്റിൽ വെച്ച് അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചതുകൊണ്ടല്ല, സാഹചര്യം മാറിയതായി കണ്ടു. ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ ജീവിത രീതി, കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറുന്ന സാമൂഹിക സാംസ്കാരിക രീതികളുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പലപ്പോഴും നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞു. അപ്പോഴും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാവുന്നില്ല, ബുദ്ധിക്കും ന്യായത്തിനും എതിരാകുന്നില്ല.